നമസ്കാരം, ഞാൻ വിഷ്ണുപ്രകാശ്. മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് നമ്മൾ പഠിച്ചു. ആ വീഡിയോ കാണാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ എത്രയും പെട്ടെന്ന് ആ വീഡിയോ കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം എന്നാണ്. എങ്ങനെയാണ് റിയലൈസേഷൻ അക്കൗണ്ട് സ്പെസിമെൻ നമുക്ക് തയ്യാറാക്കാനായി സാധിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. Dissolution process start by opening following accounts in the firm's book. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ബുക്ക് ഓഫ് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ചില അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഡിസൊല്യൂഷൻ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ അക്കൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ഫേം ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ ടൈമിലെ ബാലൻസ് ഷീറ്റ് നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ ഡിസൊല്യൂഷൻ ടൈമിലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ. സെക്കൻഡ് വൺ ഈസ് realization account. Third one is partners loan account. Fourth one is partners capital account. And the last one is bank or cash account. 5 അക്കൗണ്ടുകളാണ് നമുക്ക് മെയിനായിട്ടും ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമുമായിട്ട് ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൗ ടു പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്. അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. യെസ്, പ്രിപ്പറേഷൻ ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. The object of preparing realization account is to close the book of account of the dissolved firm and the determine profit or loss on the realization of assets and payment of liabilities. അപ്പോൾ നമ്മളെന്താണ് ഒരു ഡിസൊല്യൂഷൻ സംഭവിക്കുന്ന സമയത്ത് ഡിസോൾഡ് ഫേമിൻ്റെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അവരുടെ ബുക്ക് ഓഫ് അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ടു ഡിറ്റർമൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദ റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ലൈബിലിറ്റി. അസറ്റ് റിയലൈസ് ചെയ്ത വഴി ലൈബിലിറ്റീസ് പേ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നറിയാനായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ജേണൽ എൻട്രീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടിലോട്ട് പോകാം. നമ്മൾ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ട്, ഒരു credit side ഉണ്ട്. Then first one is for closing the account of all assets excluding cash, bank and fictitious asset. ക്യാഷ്, ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അക്കൗണ്ട്സുകളും അസറ്റ് സൈഡിൽ വരുന്ന എല്ലാ അക്കൗണ്ട്സുകളെയും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ട്രാൻസ്ഫർ ദ അസറ്റ് ടു ദ ഡെബിറ്റ് സൈഡ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ദെയർ ബുക്ക് വാല്യൂ. നമ്മുടെ ഡിസൊല്യൂഷൻ ഡേറ്റിൽ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലെ ആ ഫിഗറുകൾ അതിൻ്റെ ബുക്ക് വാല്യൂവിൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യണം. ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു അസറ്റ് എന്ന് പറഞ്ഞ് കാണിക്കണം. ടു അസറ്റ് ഇൻഡിവിജ്വലി. നമ്മളിത് ഓരോ അസറ്റും ഇൻഡിവിജ്വലി റെക്കോർഡ് ചെയ്തു. സെക്കൻഡ് വൺ ഈസ് സിമിലർലി ഫോർ ക്ലോസിംഗ് ലൈബിലിറ്റീസ് അക്കൗണ്ട്. ലൈബിലിറ്റീസ് അക്കൗണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ഓൾ എക്സ്റ്റേണൽ ലൈബിലിറ്റി ടു ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ദെയർ ബുക്ക് വാല്യൂ. അപ്പോൾ ബുക്ക് വാല്യൂവിൽ തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലോട്ട് എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് എല്ലാം നമ്മൾ മാറ്റിയേക്കുക. അതായത് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തുടങ്ങി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എക്സ്റ്റേണൽ ലൈബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ റിയലൈസേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരണം എക്സ്റ്റേണൽ ലൈബിലിറ്റി. യെസ്, ബൈ എക്സ്റ്റേണൽ ലൈബിലിറ്റി. Then next one for transferring provision if any relating to asset. അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അസറ്റെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊവിഷൻ അസറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് പ്രൊവിഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ക്ലോസിംഗ് പ്രൊവിഷൻ ഫോർ ബാഡപ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എക്സെട്ര. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി എഴുതും പ്രൊവിഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതും ബൈ പ്രൊവിഷൻ, അതായത് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ. Then next one is transferring provision if any relating to liability. ഇതുപോലെ തന്നെ ലൈബിലിറ്റിയുടെ എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലോട്ടാണെങ്കിൽ പ്രൊവിഷൻ റിലേറ്റഡ് ടു ലൈബിലിറ്റി നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു പ്രൊവിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കും. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു പ്രൊവിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു. യെസ്, ഇനി നെക്സ്റ്റ് വൺ ഈസ് ഫോർ സെയിൽ പ്രൈസ് ഓഫ് അസറ്റ് ഓർ അസറ്റ് സോൾഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് വിൽക്കുകയാണ്, നമുക്ക് ക്യാഷ് കിട്ടാം. അസറ്റ് രണ്ട് രീതിയിൽ നമുക്ക് റിയലൈസ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ അസറ്റ് ടേക്കൺ ഓവർ ബൈ പാർട്ട്ണർ. ഫസ്റ്റ് വൺ ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് റിസീവ്ഡ് ഫോർ ദ സെയിൽ ഓഫ് എൻറ്റയർ അസറ്റ്.
അസറ്റ് എല്ലാം നമ്മൾ വിറ്റു, അതിൽ നിന്ന് ക്യാഷ് കിട്ടുവാണെങ്കിൽ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ എന്ന് പറയും. അപ്പം റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. അപ്പോൾ ബൈ ക്യാഷ് ഓർ ബാങ്ക്, അസറ്റ് സെയിൽ ചെയ്തു, ക്യാഷ് കിട്ടി. ദെൻ ഇതുപോലെ തന്നെ എന്താണ്, അസറ്റ് പാർട്ട്നേഴ്സ് എടുക്കാം. അപ്പോൾ ഫോർ ആൻ അസറ്റ് ടേക്കൺ ബൈ പാർട്ട്ണർ ഏറ്റെടുക്കുവാണെങ്കിൽ ക്യാഷ് കിട്ടത്തില്ല, അല്ലെ ബാങ്കിലോട്ട് പൈസ വരത്തില്ല. പകരം ജേണൽ എൻട്രി എന്താണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതും ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ നോക്കുക, ക്യാഷാണ് വാങ്ങുന്നതെങ്കിൽ, അല്ലെ ക്യാഷാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അത് പാർട്ട്ണറാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമുണ്ട്. ക്യാഷ് കിട്ടിയാൽ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക, പാർട്ട്ണറാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ പാർട്ട്ണറിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് ഫോർ പേയ്മെൻറ്റ് ഓഫ് എക്സ്റ്റേണൽ ലൈബിലിറ്റീസ്. അപ്പോൾ ലൈബിലിറ്റീസ്, നമ്മൾ അസറ്റ് റിയലൈസ് ചെയ്ത് ക്യാഷ് നമുക്ക് കിട്ടി, അല്ല അസറ്റ് പാർട്ട്ണർ ടേക്കൺ ഓവർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ലൈബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് ഫോർ പേയ്മെൻറ്റ് ഓഫ് എക്സ്റ്റേണൽ ലൈബിലിറ്റി. അപ്പോൾ ലൈബിലിറ്റീസ് പേ ചെയ്യുമ്പോൾ ക്യാഷ് കയ്യിൽ നിന്ന് പോകുകയാണ്. അപ്പോൾ ജേണൽ എൻട്രി എന്താണ്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. യെസ്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ലൈബിലിറ്റീസ് ഫേം പേ ഓഫ് ചെയ്യുവാണെങ്കിൽ ക്യാഷ് കയ്യിൽ നിന്ന് പോയി, അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതി. ഇതുപോലെ തന്നെ എന്ത് സംഭവിക്കാം, ഇഫ് എ പാർട്ട്ണർ എഗ്രി ടു ഡിസ്ചാർജ് ലൈബിലിറ്റി, പാർട്ട്ണർ പറഞ്ഞു പാർട്ട്ണർ പേ ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ എന്താണ്, ഫേമിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നില്ല. അപ്പോൾ നമ്മൾ അസറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ജേണൽ എൻട്രി എന്ത് ചെയ്യുക, ഒന്ന് മോഡിഫൈ ചെയ്തേക്കുക, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഫേമിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയില്ല, പകരം എന്താണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതി, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പം എല്ലാ പ്രോബ്ലത്തിനകത്ത് എല്ലാ ട്രാൻസാക്ഷനും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന അതിൻ്റെ സ്പെസിമെനാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിയലൈസേഷൻ എക്സ്പെൻസ് പെയ്ഡ് ഇൻ ക്യാഷ്. അപ്പോൾ എന്താണ്, ഈ റിയലൈസേഷൻ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ആ എക്സ്പെൻസ് ഫേം പേ ചെയ്യുവാണെങ്കിൽ, അപ്പോൾ ഫേം പേ ചെയ്യുക മീൻസ് എന്താണ്, കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന കാര്യമാണ്. ക്യാഷ് എപ്പം പോയാലും ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്രെഡിറ്റ് ചെയ്യാറാണ് ചെയ്യുന്നത്. അപ്പോൾ റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസ് ആണ് ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ, റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പോൾ എക്സ്പെൻസ് എത്രയാണോ എക്സ്പെൻസിൻ്റെ എമൗണ്ട് എഴുതുക. ആക്ച്വൽ എമൗണ്ട് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ് പെയ്ഡ്, എത്ര എമൗണ്ട് ആണോ പേ ചെയ്ത് അത് നമ്മൾ കാണിച്ചു വെക്കുക. ദെൻ ഇതേപോലെ തന്നെ ഇഫ് എ പാർട്ട്ണർ മീറ്റ് ദ എക്സ്പെൻസ് ഓൺ റിയലൈസേഷൻ. അപ്പോൾ പാർട്ട്ണർ എന്താണ്, ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകത്തില്ല. അപ്പോൾ ജേണൽ എൻട്രി എന്തായി, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ നമുക്കെന്താണ്, എക്സ്പെൻസ് എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് മീറ്റ് ചെയ്യുന്നതും അല്ലെ റിയലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതോടെ ചേർത്ത് കമ്പൈൻ ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, രണ്ടും സെയിം എൻട്രി ആണ്. എക്സ്പെൻസ് ഫേം പേ ചെയ്താലും ലൈബിലിറ്റീസ് ഫേം പേ ചെയ്താലും ജേണൽ എൻട്രി എന്താണ്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അതേപോലെ തന്നെ ലൈബിലിറ്റീസ് പാർട്ട്നേഴ്സ് ടേക്കൺ ഓവർ ചെയ്താലും അല്ലെങ്കിൽ റിയലൈസേഷൻ എക്സ്പെൻസ് പാർട്ട്നേഴ്സ് പേ ഓഫ് ചെയ്താലും ഒരേ ജേണൽ എൻട്രിയാണ്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമുക്കത് കമ്പൈൻ ചെയ്ത് ടോട്ടൽ എമൗണ്ട് എഴുതിയാലും ആൻസർ ശരിയാണ്. അതായത് ഡെബിറ്റ് സൈഡിലെ മൂന്നാമത്തെ ജേണൽ എൻട്രിയും അതുപോലെ തന്നെ അഞ്ചാമത്തെ ജേണൽ എൻട്രിയും സെയിം ആണ്, നാലാമത്തെ ജേണൽ എൻട്രിയും ആറാമത്തെ ജേണൽ എൻട്രിയും സെയിം ആണ്. അപ്പോൾ നിങ്ങളങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് വൺ, for the amount realized from unrecorded or new asset. അപ്പം എന്താണ് ഇത്, എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ദ അസറ്റ്സ് വിച്ച് ആർ നോട്ട് അപ്പിയറിംഗ് ഇൻ ദ ബുക്ക് സച്ച് ആസ് സെയിൽ ഓഫ് അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം പേഴ്സൺ ഹു ഹാവ് ഓൾറെഡി ബീൻ റിട്ടേൺ ഓഫ് ആസ് ബാഡ് ഡെപ്റ്റ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള ചില അൺറെക്കോർഡഡ് അസറ്റുകൾ ഉണ്ടെങ്കിൽ അതെന്താണ്, നമ്മൾ ഡിസൊല്യൂഷൻ്റെ സമയത്ത് റിയലൈസ് ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നതാണ് അസറ്റ് റിയലൈസ് ചെയ്യുക മീൻസ് ക്യാഷ് കിട്ടുക. അപ്പോൾ ക്യാഷ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അസറ്റ് സെയിൽ ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ടുള്ള ജേണൽ എൻട്രി ആണ് വരുന്നത്. സോ ജേണൽ എൻട്രി ഈസ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ റിയലൈസേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് ഓർ ബാങ്ക് അൺറെക്കോർഡഡ് അസറ്റിൻ്റെ. ഇനി എന്താണ്, ഈ അൺറെക്കോർഡഡ് അസറ്റ് പാർട്ട്ണർ എടുക്കാമെന്ന് പറഞ്ഞാൽ, ഇഫ് ആൻ അൺറെക്കോർഡഡ് ഓർ ന്യൂ അസറ്റ് ടേക്കൺ ഓവർ ബൈ എ
partner. Unrecorded assets such as goodwill of the firm not appearing in the balance sheet, unrecorded investment and furniture etc. taken over by a പാർട്ട്ണർ. അപ്പോൾ ഈ പറഞ്ഞ അസറ്റുകളൊക്കെ പാർട്ട്ണർ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമിന് ക്യാഷ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഒന്ന് മോഡിഫൈ ചെയ്തേക്കുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. യെസ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതും ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. The next one is if any unrecorded or new liability is paid. അസറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ലൈബിലിറ്റീസും ഏതെങ്കിലും അൺറെക്കോർഡ് ഉണ്ടെങ്കിൽ ദ എമൗണ്ട് പെയ്ഡ് ഫോർ ദ ഐറ്റം ഓഫ് ലൈബിലിറ്റീസ് നോട്ട് അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് സച്ച് ആസ് ലീഗൽ ചാർജസ് ഔട്ട്സ്റ്റാൻഡിംഗ്, ബിൽ ഡിസ്കൗണ്ടഡ് ഡിസോണേഡ്, ലൈബിലിറ്റി ഫോർ ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ എക്സെട്ര. അങ്ങനെ എന്തെങ്കിലും അൺറെക്കോർഡ് ലൈബിലിറ്റീസ് ഉണ്ടെങ്കിൽ ലൈബിലിറ്റീസ് ഒക്കെ നമ്മൾ പേ ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ എക്സ്റ്റേണൽ ലൈബിലിറ്റി പേ ഓഫ് ചെയ്തത് അതേ ജേണൽ എൻട്രി ആണ് വീണ്ടും ഇവിടെ വരുന്നത്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതും ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പോൾ അൺറെക്കോർഡഡ് ആണ്. ദെൻ ഇഫ് എനി അൺറെക്കോർഡഡ് ഓർ ന്യൂ ലൈബിലിറ്റി ഈസ് ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ. ഈ ലൈബിലിറ്റി എന്നാണ് അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ് പാർട്ട്ണർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ ഇഫ് ലൈബിലിറ്റി എഗ്രി ടു ബി പെയ്ഡ് ബൈ എ പാർട്ട്ണർ സച്ച് ആസ് ലീഗൽ ചാർജസ് ഡ്യൂ, റിപ്പയർ ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ്, ലോൺ ടേക്കൺ ഫ്രം എ പാർട്ട്നേഴ്സ് വൈഫ് എക്സെട്ര. അങ്ങനെയുള്ള ലൈബിലിറ്റീസ് ഒക്കെ അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ് ഒക്കെ പാർട്ട്ണർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് മീറ്റ് ബൈ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അതേ ജേണൽ എൻട്രി തന്നെയാണ് ഇവിടെയും വരുന്നത്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അൺറെക്കോർഡഡ് ആണ്, അൺറെക്കോർഡഡ് ഐറ്റം എഴുതും. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റിയലൈസേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉള്ള എല്ലാ ഐറ്റംസും നമ്മളെന്താണ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കെന്താണ് റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. കാരണം റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാണ്, ടു ഡിറ്റർമൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദ റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ലൈബിലിറ്റീസ്. അപ്പം അസറ്റ് റിയലൈസ് ചെയ്ത് ലൈബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ലാഭമാണോ നഷ്ടമാണോ എന്നറിയാനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമ്മൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്തു. ഇനി ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാകാം, ഫോർ റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ റിയലൈസേഷൻ ലോസ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഇഫ് റിയലൈസേഷൻ ഈസ് പ്രോഫിറ്റ്, ദ പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളെന്താണ് അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആ ബാലൻസിങ് ഫിഗർ എഴുതും, അതിൻ്റെ നേരെ എഴുതും ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ എങ്ങോട്ട് കൊടുത്തേക്കുക, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട്. ജേണൽ എൻട്രി എന്താണ്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആണ് എങ്കിൽ ചില കേസിൽ പ്രോഫിറ്റ് ഉണ്ടാകണമെന്നില്ല, ലോസ് സംഭവിക്കാം, രണ്ടും കൂടെ സംഭവിക്കത്തില്ല, ഐദർ പ്രോഫിറ്റ് ഓർ ലോസ്. ലോസാണ് സംഭവിക്കുന്നതെങ്കിൽ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമായിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ബാലൻസിങ് ഫിഗർ വരുന്നത്. സോ ബാലൻസിങ് ഫിഗർ അവിടെ ബാലൻസ് ചെയ്യുക, അതിൻ്റെ നേരെ എഴുതുക ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ലോസ്. ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പം ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് റിയലൈസേഷൻ അക്കൗണ്ടിനകത്ത് വരാവുന്ന മാക്സിമം ഐറ്റംസ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനിലും എല്ലാ ഐറ്റവും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പോർഷനാണ് പ്രിപ്പറേഷൻ ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.